Afternoon all. Okay, നമ്മളിപ്പോ പുതിയ ഒരു ടോപ്പിക് എടുക്കാമെന്ന് പറഞ്ഞു തുടങ്ങി. Introduction and orientation. Chapter 2-ലെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന്റെ വേക്കൻസികൾ അനുസരിച്ചിട്ട് അവിടെ കറക്റ്റ് ഏത് പ്ലേസിലാണോ വേക്കന്റ് ആയിരിക്കുന്നത് ആ പ്ലേസിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ കാൻഡിഡേറ്റിനെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും അങ്ങനെ നല്ല രീതിയിൽ അപ്പോയിന്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാരണം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ പേടിയൊന്നും കൂടാതെ വർക്കൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂ സെലക്ഷനും റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. അടുത്തൊരു സെക്ഷൻ, അതായത് നമ്മളിപ്പോ സെലക്ട് ചെയ്തതിന് ശേഷം എംപ്ലോയീസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും കമ്പനികളൊക്കെ അവരെ വിളിച്ചിട്ടതൊക്കെ ആയിരിക്കാം. എനിവേ പുതിയൊരു കമ്പനിയിലേക്ക് വരുമ്പോൾ ആ കമ്പനിയുമായിട്ട് കൂടുതൽ ഫെമിലാരിറ്റീസ് അല്ലെ, അവിടെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം നേടിയെടുക്കേണ്ടതുണ്ട്. കേസ് സഹപ്രവർത്തകരുമായിട്ടും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുമായിട്ടും എന്തായിക്കോട്ടെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ഇണങ്ങി ചേർന്ന് പോകേണ്ട ആവശ്യകതയുണ്ട്. പുതിയ എംപ്ലോയീസ് ആവുമ്പോൾ അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഒക്കെ കുറവായിരിക്കും. ഇൻ കേസ് ഫ്രഷ് ആണ്, ഇൻ കേസ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് പ്രാക്ടിക്കലി നേടേണ്ട ആവശ്യകതയുണ്ട്. ഇൻ കേസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അത്രയും അവർക്ക് ട്രെയിനിങ് ഒന്നും അല്ലെങ്കിൽ അത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യകത വരില്ല. അപ്പൊ ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷനിൽ നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. ഇതൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഫ്രഷേഴ്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ ആ ഒരു കമ്പനിയുമായിട്ട് എങ്ങനെയാണ് അവർ സൊണ്ടാലിറ്റി അല്ലെ, അവരുടെ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് എങ്ങനെ ഇടപെടുക അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Meaning and definition of orientation. The process of making new employees familiar with the present employees and the present employees and the practices of organization is termed as the orientation or induction. Okay, orientation അല്ലെങ്കിൽ induction എന്ന് പറയുന്നത് നിലവിലുള്ള എംപ്ലോയീസ് ആണെങ്കിലും അവർക്ക് ആ ഒരു പ്രോസസ്സുമായിട്ട് കുറച്ചും കൂടി ഇടപെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫ്രഷേഴ്സ് ആണ്, ന്യൂ എംപ്ലോയീസ് ആണെങ്കിൽ പ്രസന്റ് എംപ്ലോയി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അവരൊക്കെ ആയിട്ട് സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ഇടപെടുക്കി പോകാനായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെ, ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. Okay, all the activities of introducing a new candidate to the organization and his department are involved in the induction process. നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു അല്ലെ ഓറിയന്റേഷൻ ടൈം ഫ്രഷേഴ്സ് ഒക്കെ വരുമ്പോൾ ഓറിയന്റേഷൻ ടൈം അല്ലെങ്കിൽ ഇൻഡക്ഷൻ ടൈമിലൊക്കെ നമ്മൾ കേൾക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് അവർക്ക് ഇടപെടുകാനായിട്ട് അല്ലെ, ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ അല്ലെ, എത്രത്തോളം ബിഗസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനമാണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ഫങ്ഷൻസ്, നമ്മളുടെ ഡ്യൂട്ടി എന്താണ് അല്ലെ, നമ്മൾ എന്തൊക്കെയായുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ, എന്നതിനെ കുറിച്ചിട്ട് എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു നോളജ് അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. സോ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ കാൻഡിഡേറ്റ് അല്ലെ, പുതിയ കാൻഡിഡേറ്റിന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ഹിസ് ഡിപ്പാർട്ട്മെന്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ഇൻഡക്ഷൻ പ്രോസസ്. അവന്റെ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സെമി ഫിനിഷ്ഡ് ഏരിയയിലായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ലറിക്കൽ സ്റ്റാഫ് ആയിട്ടായിരിക്കാം. ഏത് എനിവേ ഇത് തന്നെയാണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ ആ ഒരു ന്യൂ എംപ്ലോയീസിന് ലഭിക്കേണ്ടതായിട്ടുള്ള അറിയേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷനിൽ നടപ്പാക്കുന്നത്. Okay, first paragraph, first point ഒന്ന് just underline ചെയ്യാം. The process of making new employees familiar with the present employees അല്ലെ, നിലവിലുള്ള എംപ്ലോയീസുമായിട്ട് ഒരു സഹവർത്തിത്വം ഉണ്ടാവാനായിട്ട് the present employees and
Practice of the organization is termed as orientation or induction. ഓക്കെ, നല്ല രീതിയിൽ അവരെ ഒരു പ്രാക്ടീസ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം അല്ലെ, ആ ഒരു പ്രോസസ്സിംഗ് ടൈമാണ് എന്നത് പറയുന്നത് ഓറിയന്റേഷൻ ഓർ ഇൻഡക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിയറാണോ? ക്ലിയറാണോ? കണ്ടിന്യൂ ചെയ്തു പോകാലോ? ക്ലിയറാണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇൻഡക്ഷൻ ട്രെയിനിങ് ഫോക്കസ് exclusively on company history, health and safety, company policies and measures, and is often used as a means of effective learning and development. Okay, നമുക്കറിയാം നമ്മൾ ഇതൊരു സ്ഥാപനത്തിലും വർക്ക് ചെയ്യാൻ പോകുമ്പോൾ പ്രധാനമായിട്ടും ഭയങ്കര അപകടകരമായ മേഖലയൊക്കെ അതിലൂടെ വർക്ക് ചെയ്യേണ്ടവരൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ സേഫ്റ്റി കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല അവയർനെസ് വേണം. അതേപോലെ തന്നെ കമ്പനിയുടെ ചരിത്രം അല്ലെ, കമ്പനിയുടെ നിയമങ്ങൾ എന്തൊക്കെ മാനദണ്ഡങ്ങളൊക്കെയാണ് ഫോളോ ചെയ്ത് പോകേണ്ടത് അല്ലെ, നല്ല രീതിയിൽ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ അവരുടെ നോളജ് സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയയാണ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് ആൻഡ് എന്താണ് ഓറിയന്റേഷൻ, ഇൻഡക്ഷന്റെ ഓറിയന്റേഷൻ ടൈം എന്ന് പറയുന്നത്. This type of various based on individual companies, each company should make use of the subject matter to go well with its own specific need. It becomes a necessity that the introduction training program is well planned and presented in a structured, appealing and useful manner, regardless of the size. Okay. നമുക്കറിയാം അവരുടെ രീതി അനുസരിച്ചിട്ട് നോക്കിയാണെങ്കിൽ ചിലപ്പോ ഈ ഓറിയന്റേഷൻ ടൈമിലൊക്കെ നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെ, ഘടനാ രീതിയിൽ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് ടൈമിൽ എങ്ങനെയാണ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണോ, അല്ലെങ്കിൽ കമ്പനിയുടെ ഹിസ്റ്ററി അല്ലെ, എന്താണെങ്കിലും അതിനൊക്കെ ഒരു നല്ല രൂപകൽപ്പന ഒരു ഡിസൈൻ ചെയ്തിട്ട് തന്നെയായിരിക്കും, ആ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ട് തന്നെയായിരിക്കും അവിടെ വരുന്ന എംപ്ലോയീസ്, ഫ്രഷ് എംപ്ലോയീസിനൊക്കെ കൃത്യമായിട്ട് തന്നെ ഈ വിവരങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയാണ് ഓൺ സ്പെസിഫിക് നീഡ്, ഓരോരുത്തരുടെയും ആവശ്യകത അനുസരിച്ചിട്ട് അല്ലെ, കമ്പനിയുടെ ആവശ്യകത നമുക്കറിയാം ഏതൊരു കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാനുണ്ടാവും. തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയിയിൽ നിന്നും അവര് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക് കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ പരിചയപ്പെടുത്തേണ്ടതുണ്ടോ അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ കൂട്ടി അല്ലെ, അവിടെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് നേരത്തെ കൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് അവർക്ക് യൂസ്ഫുൾ ആവുന്ന മാനറിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. Then appropriate induction training is mainly a legal necessity. നമുക്കറിയാം ചിലപ്പോഴൊക്കെ അല്ലെ അവിടെ ലീഗലായിട്ട് നിയമപരമായിട്ട് ചിലർക്ക് ഞാൻ പറഞ്ഞത് മാത്രമേ അപകടകരമായിട്ടുള്ള മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി പ്രിക്കോഷൻസ് ഒക്കെ അല്ലെ അവിടെ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതുണ്ടാവും. ഒരുപാട് അല്ലെ വൈദ്യുതിയോ അല്ലെങ്കിൽ കെമിക്കൽ സംഭവങ്ങളൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവര് നേരത്തെ കൂട്ടി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷമായിരിക്കും ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ടത്. സോ അതെല്ലാം കൃത്യമായിട്ട് തന്നെ അവർക്ക് അറിഞ്ഞ് ഇരിക്കേണ്ടത് ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇറ്റ് ഈസ് എ ഫോർമൽ ഡ്യൂട്ടി ഓഫ് ദ എംപ്ലോയേഴ്സ് to give fresh employees all significant information and training associated with the job and mainly related to the health and safety. അവരുടെ ആരോഗ്യത്തിനും സുരക്ഷയും മുൻനിർത്തിക്കൊണ്ട് തന്നെ തൊഴിലുടമകള് തീർച്ചയായിട്ടും ഫ്രഷ് എംപ്ലോയീസിന് അവരുടെ എന്താണോ ഡ്യൂട്ടി ആ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ ഫസ്റ്റായിട്ടും അവർക്ക് നൽകേണ്ടത് ആവശ്യമാണ് അല്ലെ. അതൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി കൂടിയാണെന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, വിച്ച് ഇസ് ദ ഫോർമൽ ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ അല്ലെ അവിടെ ഫ്രഷേഴ്സിന്റെ ഒരു ഫോർമൽ ഡ്യൂട്ടി എന്ന് പറയാവുന്നതാണ്. നമുക്കറിയാം ഓറിയന്റേഷൻ അല്ലെ, അവിടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ടൈമിലാണ്, ആ സമയത്താണ് തീർച്ചയായിട്ടും ഫ്രഷേഴ്സ് എല്ലാം കൂടുതൽ ഇൻഫോർമേഷൻസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? ശരിയാണോ? ക്ലിയർ ആണോ? ഫോർമൽ ഡ്യൂട്ടി ആണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയേ. ഇൻ കേസ് ഇതൊരു ലീഗൽ നെസസിറ്റി ആണോ എന്ന് ചോദിച്ചാലും ഓക്കെയാണ്, അത് നിയമപരമായിട്ടുള്ള ഒരു ആവശ്യകത കൂടിയാണ്.
അല്ലെ എംപ്ലോയീസിന് അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമപരമായിട്ടുള്ള കാര്യം കൂടിയാണ് എന്നുള്ളത് പുറത്ത് വെച്ചേക്കാം. കുറച്ചു പേര് ഇതിനെ കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു റോബർട്ട് എൽ മാത്യൂസ്, അദ്ദേഹം എന്താ പറയുന്നത്, ഓറിയന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എ പ്ലാൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് എംപ്ലോയീസ് ടു their jobs, their co-workers and the organization. ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അത് എങ്ങനെയാണ് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രോസസ്സാണ്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എംപ്ലോയീസിന് വേണ്ടിയിട്ട്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നേരത്തെ കൂട്ടിയിട്ടുള്ള പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ അറിയിക്കപ്പെടുന്നുണ്ട് വർക്കേഴ്സ് ആൻഡ് ദ ഓർഗനൈസേഷൻ, അല്ലെ? ആ ഒരു ഏതൊരു ജോലിയാണെങ്കിലും ചിലപ്പോൾ ഒരു ടെക്നിക്കൽ സ്റ്റാഫ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു നമുക്കറിയാം ഒരു ഏതെങ്കിലും ഒരു സ്റ്റാഫ്, അല്ലെ? ഏത് ക്ലിനിക്കൽ സ്റ്റാഫ് ആണെങ്കിലും ടെക്നിക്കൽ സ്റ്റാഫ് ആണെങ്കിലും എന്താണെങ്കിലും പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവർ ആ കമ്പനിയിൽ കയറി പറ്റുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കമ്പനിയെ കുറിച്ചിട്ട്, അവരുടെ സഹപ്രവർത്തകരെ കുറിച്ചിട്ട്, ജോലിയെ സംബന്ധിച്ച് അല്ലെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ലഭ്യമാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആരുടെ അഭിപ്രായത്തിലാണ്? റോബർട്ട് എൽ മാത്യൂസ്. റോബർട്ട് എൽ മാത്യൂസ് എന്താ പറയുന്നത്? ഓറിയന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എ പ്ലാൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ എംപ്ലോയീസ് ടു their jobs, their co-workers and the organization. Okay, വീണ്ടും അക്കോർഡിംഗ് ടു ഗ്രേഗസ്ലർ, അദ്ദേഹം എന്താണ് വിശേഷിച്ചിരിക്കുന്നത്? ഓറിയന്റേഷൻ ഈസ് എ പ്രൊസീജിയർ for providing new employees with a basic background information about the firm. അല്ലെ, ഒരു അവരെ ഏത് ഫേമിലേക്കാണോ പോകുന്നത് ആ ഫേമിന്റെ ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അല്ലെ? അത് എന്തൊക്കെയാണ് അതിന്റെ ഹിസ്റ്ററി, അല്ലെ? അല്ലെങ്കിൽ നിലവിലെ എന്തൊക്കെയാ നടപടിക്രമങ്ങളാണ് അവിടെ നടപ്പാക്കി പോകുന്നത്, അല്ലെ? അപ്പൊ ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ, അല്ലെ, അത് ആർക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന? ന്യൂ എംപ്ലോയീസിന്. ആ ലഭ്യമാക്കി കൊടുക്കുന്ന ആ പ്രൊസീജിയറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ്, അല്ലെ? ഒരു നടപടിക്രമമാണ്. എന്ത് നടപടിക്രമമാണ്? ഫോർ പ്രൊവൈഡിങ് ന്യൂ എംപ്ലോയീസ് വിത്ത് ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഫേം. ഫേമിനെ കുറിച്ചിട്ടുള്ള ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പകർന്നു കൊടുക്കുന്ന, പുതിയ എംപ്ലോയിക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നടപടിക്രമത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ആ ഒരു പേരുകളിൽ ഓർത്ത് വെച്ചേരെ. ഏതെങ്കിലും ഡെഫിനേഷൻ തന്നിട്ട് ആരാണ് പറഞ്ഞതെന്നുള്ളത് മീനിങ്ങിൽ ചോദിച്ചാൽ, അക്കോർഡിംഗ് ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ, അല്ലെ, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഗ്രേഗസ്ലർ എന്താണ് അഭിപ്രായപ്പെടുന്നത്? പ്രൊസീജിയർ ആണെങ്കിൽ എൽ മാത്യൂസ് അഭിപ്രായപ്പെടുന്നത് പ്രോസസ്, അല്ലെ? പ്രോസസ് ഓഫ് പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയറാണോ? കണ്ടിന്യൂ ചെയ്യാലോ? പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ എന്താണ്? പർപ്പസ് ഓഫ് ഓറിയന്റേഷനിൽ പറയുന്നത് ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. എന്തൊക്കെ പർപ്പസുകളാണ് അവിടെ നോക്കാം. എന്താണ്? ഇൻഡക്ഷൻ ഈസ് കാരിഡ് ഔട്ട് ഫോർ ദ ഫോളോയിങ് പർപ്പസ്. ഫസ്റ്റ് വൺ, ഫോർമലി വെൽക്കമിങ് എംപ്ലോയീസ്. നമുക്കറിയാം ഒരു വെൽക്കം ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രധാനമായിട്ട് ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഫ്രഷേഴ്സിന്, അല്ലെ, അവിടെ ആ ഒരു കമ്പനിയെ കുറിച്ചിട്ട് നല്ലൊരു അവയർനെസ് കിട്ടുക. തീർച്ചയായിട്ടും നമുക്കറിയാം എന്തിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അറിവ് വേണം, അല്ലെ? അറിവുണ്ടായാലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ നോളജ് ഉണ്ടാവാം, ആ ഈ പറഞ്ഞ അറിവുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ബേസിക്കലി അത് കമ്പനിയിൽ എന്താണ് അതിൻ്റെതായിട്ടുള്ള ഉപയോഗം എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഫസ്റ്റ് നോക്കാം, ഫോർമലി വെൽക്കമിങ് എംപ്ലോയീസ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് induction programs are considered by management of various organizations as an event to greet fresh employees formally through a procedure. ഓക്കെ, നമുക്കൊരു ഔപചാരികമായിട്ടുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് അവരെ വെൽക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെ? ഈ പ്രോഗ്രാമിലൂടെയാണ്, അല്ലെ, ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെയാണ് അവരെ വെൽക്കം ചെയ്യുന്നത്. എല്ലായിടത്തും ഓറിയന്റേഷൻ ടൈം ഉണ്ട്, അല്ലെ? കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ മുതൽ ഓറിയന്റേഷൻ ടൈം ഉണ്ട്, അല്ലെ? ആ കോളേജ് വലിയ വലിയ കോളേജൊക്കെ ആവുമ്പോൾ അവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മൾ എന്താ പഠിക്കുന്നത്, നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ ആരൊക്കെയാണ്, അല്ലെ, നമ്മുടെ പ്രൊഫസേഴ്സ് ആരൊക്കെയാണ്, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചു പോകുന്നുണ്ട്. ഇത് തന്നെയാണ് എംപ്ലോയി, അല്ലെ, ഇവിടെ ജോലി സ്ഥാപനത്തിലാണെങ്കിലും അവിടെ ഒരു ഫോർമലി വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ചടങ്ങായിട്ട് തന്നെ ഓറിയന്റേഷൻ കാര്യങ്ങൾ വിശേഷിപ്പിക്കാം. പക്ഷെ
കുറച്ചും കൂടി അല്ലെ നമുക്കറിയാം തൊഴിൽ ചെയ്യേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് അതിന് ചിലപ്പോൾ ഡ്യൂറേഷൻ ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. Formally welcoming employees. Induction programs are considered by management of various organizations as an event to greet your fresh employees formally through procedure. ഈ ഒരു ഓറിയന്റേഷൻ പ്രൊസീജിയർ വഴിയാണ് ഫ്രഷ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വ്യത്യസ്ത ഓർഗനൈസേഷനുകളൊക്കെ വെൽക്കം ചെയ്ത് അല്ലെ അവരെ നമ്മുടെ കമ്പനിയിലേക്ക് എന്താണ് മോസ്റ്റ്ലി എന്താണ് അവരെ വെൽക്കം ചെയ്ത് ആ ഓർഗനൈസേഷനിൽ കൊണ്ടിക്കൊണ്ട് വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു വെൽക്കമിങ് ടൈമിൽ തന്നെ ചിലർക്ക് ജോലി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം തീരുമാനമെടുക്കാനൊക്കെ ആയിട്ട് എംപ്ലോയീസിന് സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം അറ്റ് എ ടൈമില് നമ്മളെ സംബന്ധിച്ച് സ്വപ്നം കണ്ടിരിക്കുന്ന തൊഴിലാണോ, നമ്മുടെ നോളജ് അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഊഹിച്ചെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഓവർകമ്മിങ് ഇനീഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ അല്ലെ. അവിടെ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ അസ്വസ്ഥതയും മടിയൊക്കെ മാറാനായിട്ടുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ ഓറിയന്റേഷൻ ടൈം എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് നമ്മളുടെ അക്കാദമിക് നോളജ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ നോളജ് ഒരു ബ്രില്യന്റ് ആയിരിക്കും, ഒരു പക്ഷെ നല്ല ബ്രില്യന്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് പ്രാക്ടിക്കലി ഒരു ടെൻഷൻ ഉണ്ടാവും. നമ്മളിത് ചെയ്യുമ്പോഴെന്താ ഒരു നേഴ്സ് ആണെങ്കിലും ഒരു അക്കൗണ്ടന്റ് ആണെങ്കിലും ഒരു ടെക്നീഷ്യൻ ആണെങ്കിലും അവർക്ക് നമുക്കറിയാം അത് പ്രാക്ടിക്കലി വരുമ്പോഴാണ് സക്സസ് ആവുന്നത് അല്ലെ. നോളജ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് സക്സസ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രാക്ടിക്കലി അത് ഔട്ട്പുട്ട് ആയിട്ട് തന്നെ ലഭ്യമാക്കേണ്ടതുണ്ട്. സോ നമുക്കറിയാം ഓവർകമ്മിങ് ഇനീഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. ഇതില് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോക്കാം, ഇനീഷ്യൽ ടെൻഷൻ ഇൻ നോ എംപ്ലോയീസ് കൺസേണിങ് ദ ഓർഗനൈസേഷൻ ഈസ് കോമൺ. ഏതൊരു എംപ്ലോയീസും പുതിയ എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ടെൻഷൻ എന്തായാലും ഉണ്ടാവാം. When this nervousness is not handled properly, it might result in creation of a negative perception about the organization and ultimately leads to dissatisfaction and hostility. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ടെൻഷനൊക്കെ നിറഞ്ഞ വ്യക്തികളാണ്. അവിടെ നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് ലഭ്യമാകുന്ന നല്ലൊരു ചാൻസ് ഓപ്പർച്യൂണിറ്റി അല്ലെ, നമ്മുടെ നല്ല സഹപ്രവർത്തകരാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പറയാണ് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ മൈറ്റ് റിസൾട്ട് ഇൻ ക്രിയേഷൻ ഓഫ് എ നെഗറ്റീവ് പെർസെപ്ഷൻ അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് about the organization. നമുക്കറിയാം ഓർഗനൈസേഷനെ സംബന്ധിച്ച് and ultimately leads to dissatisfaction and hostility. നമുക്കറിയാം ഒരു ഭയാനകമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് എത്തിച്ചു വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഓറിയന്റേഷൻ ഒക്കെ ടൈം കിട്ടുമ്പോൾ നമുക്കറിയാം എല്ലാത്തിനെയും കുറിച്ചിട്ട് ഇടപെടുത്താനൊക്കെ ആയിട്ടുള്ള ചാൻസ് കിട്ടുമ്പോൾ മറ്റേ ടൈമിൽ നമുക്കറിയാം എനിക്ക് ഒരു പക്ഷേ നമുക്ക് കുറച്ച് നാൾ കൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ നോളജ് പ്രാക്ടിക്കലി നോളജ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സമയം അല്ലെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ പേടി കൂടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. This initial nervousness and hesitation can be easily tackled through orientation. ഈ ഒരു പേടി അല്ലെ, ഒരു എന്താ പറയുക വൈകാരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ആ ഒരു ജോലിയെ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ, അതൊക്കെ ഈസിലി ടാക്കിൾ എന്ന് വെച്ചാൽ പരിഹരിക്കാനായിട്ട് അല്ലെ എളുപ്പത്തിൽ പരിഹരിക്കാനായിട്ട് ഈ ഓറിയന്റേഷൻ ടൈമിൽ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. ആദ്യം തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ അവരെ സ്വാഗതം ചെയ്യാനായിട്ട് ഈ ഓറിയന്റേഷനെ കൊണ്ട് സാധിക്കുന്നു. അവരുടെ മൈൻഡിൽ അപ്പൊ ഒരു അല്ലെ നല്ലൊരു കോൺഫിഡൻസ്, നല്ല സ്ഥാപനമാണ് അല്ലെ, നല്ല രീതിയിൽ തന്നെയാണ് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇംപ്രഷൻ അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഓവർകമ്മിങ് ഇനീഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. ഇത് ചോദ്യം ചോദിച്ചു കാണുന്നവർക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലെ ആ ചോദ്യത്തില് അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഡൗട്ട് അടിക്കരുത്. ആ ഒരു അസ്വസ്ഥതയും മടിയൊക്കെ മാറുന്നത് ഏത് പ്രോഗ്രാമിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെയാണ്. അപ്പൊ ഓവർകമ്മിങ് ഇനീഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ എന്ന് പറയുമ്പോൾ അല്ലെ അവിടെ അസ്വസ്ഥത അല്ലെങ്കിൽ ടാക്കിൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാൻ സാധിക്കും, പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഈസിലി ടാക്കിൾ ചെയ്ത് എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും.
ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? യാണോ? അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്താ പറയണം, ഓവർകമ്മിങ് ഇനീഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ കണ്ടു. അപ്പൊ നമുക്കറിയാം ആ ടെൻഷൻ ഒക്കെ ഫ്രീ ആക്കാനായിട്ട് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നു. എന്നുവെച്ചാൽ എളുപ്പത്തിൽ ടെൻഷൻ ഫ്രീ ചെയ്യാനായിട്ട് നല്ല ഒരു പരിചയ സമ്പന്നരായ വ്യക്തികളുടെയൊക്കെ തീർച്ചയായിട്ടും നമുക്കുള്ള സഹവർത്തിത്വത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ അവര് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുമ്പോഴൊക്കെ അല്ലെ, ഫ്രഷേഴ്സിനൊക്കെ മനസ്സിലാക്കി തരുമ്പോഴവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ആ ഒരു ടെൻഷനൊക്കെ റിലീഫ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഫ്രഷേഴ്സിന്റെ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ആ ടൈമിൽ തന്നെ ടൈമിൽ തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഒരു ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൂടി ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴെന്താണ് അവർ റിയലി അവരുടെ പ്രോബ്ലംസുകളൊക്കെ മറികടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ. ഓക്കെ, നമുക്കറിയാം ഇവിടെ പറഞ്ഞു വരുന്നത് തന്നെയാണ് എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ, പരസ്പരം കൈമാറ്റം ചെയ്യാൻ സാധിക്കും. എന്താണ്? The organization enables the new employees to know about the job, department, organization and the people. Okay, നമുക്കറിയാം അവിടെ എല്ലാവരെയും ആ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ എംപ്ലോയീസ് ഒക്കെയാണ്. സോ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ the organization can provide training and development programs for enhancing career opportunities and give information about the truth prospects available to the employees. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഒരു 3 month ഓറിയന്റേഷൻ അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ള ഒരു സമയക്രമം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ ആ ടൈമിൽ തന്നെ അവർക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ മറ്റേ ടൈമിൽ അവര് പെർമനന്റ് സ്റ്റാഫായിട്ട് പോകുമ്പോൾ കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് പോകാനായിട്ട് സാധിക്കും അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓർഗനൈസേഷൻ ക്യാൻ പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അല്ലെ. അവിടെ നോളജ് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളോ സെമിനാറുകളോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെക്ഷൻസുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അങ്ങനെയുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആൻഡ് ഗീവ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഗ്രോത്ത് പെർസ്പെക്ടീവ് എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയീസിന്റെ അവരുടേതായിട്ടുള്ള നോളജ് സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. In return, the organization can also get information about the employees, their background and their individual career plans. Okay. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അവരുടെ അല്ലെ നമ്മുടെ എംപ്ലോയീസിന്റെ കരിയർ ഒക്കെ അവരെങ്ങനെയൊക്കെയാണ് അവർക്ക് ഈ സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് പോകാനൊക്കെ സാധിക്കുമോ എന്നും തീർച്ചയായിട്ടും ഈ ഒരു അല്ലെ ഓറിയന്റേഷൻ ടൈമിൽ കൊടുക്കുന്ന എക്സ്പീരിയൻസ് കൊടുക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിരികൂട്ടർക്കും അവരുടേതായിട്ടുള്ള നോളജുകൾ പരസ്പരം കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ അറ്റ് എ ടൈമിൽ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത ഓറിയന്റേഷൻ ടൈമിൽ എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് ഹെഡിങ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവാ. ഓറിയന്റേഷൻ ടൈമിൽ ഫോർമലി വെൽക്കമിങ് എംപ്ലോയീസ്. സെക്കൻഡ് പോയിന്റ് പറയുകയാണെങ്കിൽ ഓവർകമ്മിങ് ഇനീഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. മീനിങ്ങുകൾ മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലെ. അലസതയും മടിയൊക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ട് ഈ ഓറിയന്റേഷൻ ടൈമിൽ എത്തുന്നത് കൊണ്ട് നമുക്കറിയാം പേടിയുണ്ടാവില്ല അല്ലെ. അതേ ടൈമിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ പേടിയില്ലാതെ മടി കൂടാതെ ഓഫീസിൽ പോകാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കമ്പനിയിൽ പോകാനൊക്കെ ആയിട്ട് അവർക്ക് താല്പര്യമുണ്ട്. എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ, പരസ്പരം വിവരങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് അല്ലെ. അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരുടെ സ്കില്ലുകളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അവരിൽ നിന്നും ഇൻഫോർമേഷൻസ് മനസ്സിലാക്കി എടുക്കാനായിട്ട് അവിടെ എന്താണ് ഇത് കൊടുക്കുന്നവർക്ക് പ്രൊവൈഡേഴ്സിന് മനസ്സിലാക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ് നോക്കിയാണെങ്കിൽ അസസിങ് എംപ്ലോയീസ്. ഈ പറഞ്ഞ പോയിന്റ്സിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അസസിങ് എംപ്ലോയീസ് വിലയിരുത്താൻ സാധിക്കും, തൊഴിലാളികളെ വിലയിരുത്താൻ സാധിക്കും. Even though the selection process has assessed the training needs of the employees beforehand, induction gives the orientation another chance to repeat it. Okay, നമുക്കറിയാം മറ്റൊരു ചാൻസും കൂടിയാണ് അവർക്ക് മുമ്പിൽ കൊടുക്കുന്നത് അല്ലെ. ഈ ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരെ കുറിച്ച് അറിയാൻ കൂടിയിട്ടുള്ള ഒരു ചാൻസും കൂടിയാണ് അവർ കിട്ടുന്നത്. ഇപ്പൊ ഇൻ കേസ് ഇന്റർവ്യൂ നടത്തും, സെലക്ഷൻ നടത്തും, അങ്ങനെയൊക്കെ നടത്തുമ്പോൾ കുറെ അറിവുകൾ കിട്ടുന്നുണ്ട്.
അല്ലെ? എംപ്ലോയീസിനെ കുറിച്ചിട്ട് ആ സമയത്തൊക്കെ അറിവ് കിട്ടുന്നില്ലേ? ഇന്റർവ്യൂ, സെലക്ഷനും ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ കിട്ടുന്നുണ്ടോ? ഗുഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെന്നൊക്കെ കിട്ടും അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ ഓറിയന്റേഷൻ ടൈമിലും അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ നമുക്കറിയാം ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയി ആണോ, അവൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെ? അവർക്ക് കൃത്യമായിട്ട് തന്നെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് എടുക്കാനുള്ള പവർ ഉണ്ടോ, സ്പീഡ് ഉണ്ടോ അല്ലെ? എല്ലാ കാര്യങ്ങളും അത് ആ വ്യക്തിയെ കുറിച്ചിട്ട്, എംപ്ലോയിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഈ ഓറിയന്റേഷൻ ടൈമിൽ സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ 4th പോയിന്റ് വരെയാണ് നമ്മൾ നോക്കിയത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അക്ലമൈറ്റൈസിങ് എംപ്ലോയീസ്. എന്താണ് അവിടെ പറയുന്നത്? അക്ലമൈറ്റൈസിങ് എംപ്ലോയീസ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ പൊരുത്തപ്പെടുത്തുക. എന്താണ് അക്ലമൈറ്റൈസിങ് എംപ്ലോയീസ്? പൊരുത്തപ്പെടൽ. ഓക്കെ. Induction programs make it possible for the organization to educate the employees about the fundamentals of the job, safety precautions to be used, and make them accustomed to other services of the organization. ഓക്കെ, അതായത് നമുക്കറിയാം ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ? ഓക്കെ, എംപ്ലോയി ഒരുപക്ഷെ നമുക്കറിയാം നല്ല നോളജ് സ്കിൽ ഉണ്ടാകും. ചിലപ്പോൾ വേണമെങ്കിൽ വേറെ ഒരു ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടായിരിക്കും ഇവിടേക്ക് വരുന്നത്. എനിവേ നമുക്കറിയാം ഈ വ്യക്തിയെ നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേമില് നമുക്കറിയാം നമ്മുടെ ജോലിക്ക് ഇണങ്ങി ചേരുന്ന വ്യക്തിയാക്കി എടുക്കാം അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അപ്പൊ അവിടെ എംപ്ലോയിക്ക് ആ ജോലിയെ കുറിച്ചിട്ടുള്ള ഫണ്ടമെന്റൽസ് ഡീറ്റെയിൽസ് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സർവീസ് അല്ലെ, നമുക്കറിയാം അവര് ഓക്കെ ഓർഗനൈസേഷന് ചേർന്ന വിധത്തിൽ പൊരുത്തപ്പെടാനായിട്ട് പറ്റുന്നുണ്ടോ, അതിന് ചേർന്ന വിധത്തിൽ പറ്റി കൊണ്ടുപോകാനായിട്ടും ഈ ഓറിയന്റേഷൻ ടൈമിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം സ്കില്ല് നോളജ് അവർക്കുണ്ട്, അത് പ്രാക്ടിക്കലി ആക്കിയെടുക്കാനായിട്ടാണ് ഈ ഓറിയന്റേഷൻ ടൈമിൽ അവർ ശ്രദ്ധിക്കുന്നത്. സോ അതിനോട് ചേർന്ന വിധത്തിൽ അല്ലെ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാനായിട്ട് എംപ്ലോയിയെ കോപ്പറേറ്റ് ചെയ്ത് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു സമയം, ഒരു ടൈം എന്ന് പറയുന്നത് ഓറിയന്റേഷൻ ടൈമാണ്. ഓക്കെ അല്ലേ? 6th പോയിന്റ്. ഓക്കെ, 8th പോയിന്റ് വരെയാണ് നമുക്കുള്ളത്. അയച്ചു നോക്കണോ? കുഴപ്പമില്ലല്ലോ. 8th പോയിന്റ് വരെയും കഴിഞ്ഞിട്ട് തരാം, നോക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് കൺട്രോളിങ് ദ HR കോസ്റ്റ്, നമ്മുടെ റിസോഴ്സ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അതെങ്ങനെയാണ് നോക്കാം. ഇഫ് ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ആർ നോട്ട് there, then employees have to learn everything by themselves, and this might increase the organization expense of learning, as it will cause a wastage of resources and worker disturbances. ഓക്കെ, നമ്മളിപ്പോ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓറിയന്റേഷൻ ടൈമും കാര്യങ്ങളും ഒന്നും പ്രൊവൈഡ് ചെയ്യണില്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യണമെങ്കിൽ എന്തായാലും അറിവ് വേണമല്ലോ. ചിലപ്പോ പ്രാക്ടിക്കലി നോളജ് മാത്രമായിരിക്കും കുറവ്. അവരെന്ത് ചെയ്യും? ഈ നോളജ് സമ്പാദിക്കാൻ ചിലപ്പോ മറ്റുള്ളവരെയും കൂടി സമയം അപകരിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനൊക്കെ ശ്രമിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അവിടുത്തെ ജോലിയെ ഡിസ്റ്റർബൻസ് ആണ് അല്ലെ, അവിടെ തടസ്സപ്പെടുത്താനായിട്ടുള്ള സാധ്യത. മറ്റു റിസോഴ്സസുകളെയും കൂടി അല്ലെ, മറ്റു വിഭവശേഷികളെ കൂടി അവിടെ തടസ്സപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേസമയം ഓറിയന്റേഷൻ അവർക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നോളജ് അവർക്ക് കിട്ടുന്നു. സോ പ്രാക്ടിക്കലി അവർക്ക് മുന്നേറാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഓറിയന്റേഷൻ ഇല്ല എങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം റിവേഴ്സ് എഫക്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആൻഡ് വർക്ക് ഡിസ്റ്റർബൻസ്. വേസ്റ്റും കുറച്ച് ചിലപ്പാണെങ്കിൽ ഉപയോഗിക്കാനേക്കാൾ കൂടുതൽ സാധനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ചുണ്ടാക്കും, അപ്പൊ വേസ്റ്റ് ആവും. അതേപോലെ തന്നെ വർക്കുകൾ അല്ലെ ഒന്നും അറിയാൻ പാടില്ലാത്ത കാരണം കൊണ്ട് വെറുതെ അല്ലെ കൃത്യമായിട്ടുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ഓറിയന്റേഷൻ ഉണ്ടായെങ്കിൽ കൺട്രോളിങ് ദ HR കോസ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റിനെ കുറച്ചു കൊണ്ടുവരാനായിട്ടും ഇത് സഹായിക്കും. Next, in the same way, when the employees are not able to meet their expectation with reality. Okay, employees നമുക്കറിയാം എക്സ്പെക്ട് ചെയ്തത് തന്നെയാണോ, അതായത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് തിരിച്ചറിവ് നേടിയെടുക്കുന്നത് ഈ ഓറിയന്റേഷൻ ടൈമിൽ തന്നെയാണ്. They might finally fight the organization. Okay, quit the organization as the result HR expenditure associated with the recruitment and destruction also increase. കേസ് ഈ പറഞ്ഞ മാതിരി അവർക്ക് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം
അവർക്ക് പ്രാക്ടിക്കലി ഒന്നും പകർന്നു കൊടുത്തിട്ടില്ല, ഈ ഓറിയന്റേഷൻ ഒന്നും നടത്തിയില്ലാണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവര് കമ്പനിയിൽ നിന്ന് തന്നെ ഇട്ടിട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ മറ്റേ ടൈമിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാതിരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ ഒക്കെ ലഭ്യമാക്കണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണ് കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് അവര് വിട്ടുപോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? കമ്പനിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെയും ഈ പറഞ്ഞ മാതിരി റിക്രൂട്ട്മെന്റ് നടത്തി എംപ്ലോയീസിനെ എന്താണ് സെലക്ഷനൊക്കെ നടത്തി, ഇന്റർവ്യൂ ഒക്കെ നടത്തി, ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കുറെ ചെലവ് അതുമായി ബന്ധപ്പെട്ട് വരാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കൺട്രോളിംഗ് ദ HR കോസ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. കാരണം അവർ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല, കാരണം അവർക്ക് നോളജ് ഉണ്ട്. സോ കോൺഫിഡൻസോട് കൂടിയിട്ട് അവര് വർക്ക് ചെയ്യാനായിട്ട് സ്ഥാപനത്തിലുണ്ട്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. അല്ലേ? ചെയ്യണോ? ചെയ്യാലോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെവലപ്പിംഗ് ദ ടീം സ്പിരിറ്റ്. അപ്പൊ ഈ ഓറിയന്റേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ടീം സ്പിരിറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് നോക്കാം. ടീം സ്പിരിറ്റ് among the colleges is facilitated when the orientation program is conducted for a group of new employees. അല്ലെ, നമുക്കറിയാം ഓരോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ടായിരിക്കും, ഓരോ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നത്. സോ അങ്ങനെ അവര് തമ്മിൽ സഹപ്രവർത്തകരൊക്കെ തമ്മിൽ അല്ലെ പരസ്പരമായിട്ടുള്ള ഒരു നല്ലൊരു അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. ടീമിംഗ് സ്പിരിറ്റ് among the colleges is facilitated when the orientation program is conducted for a group of new employees. അല്ലെ, ഓരോ ഗ്രൂപ്പിനും ഓരോ പ്രാക്ടിക്കൽ ചെയ്യാനൊക്കെ ഓരോ സംഭവങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ആദ്യം ചെയ്തു, മറ്റേ ഗ്രൂപ്പ് പിന്നെ ചെയ്തു, അല്ലെ, അവിടെ ഒരു കോമ്പറ്റീഷൻ ഫീലിങ്സ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം അവരെന്താണ് സ്പീഡിൽ ചെയ്യാനായിട്ട് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും മറ്റേ ടൈമിലൊക്കെ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഓറിയന്റേഷൻ ടൈമിൽ ഒരു സ്പിരിറ്റ് അല്ലെ, ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. In addition, the capability of each number of work in a group can also be evaluated through replication of teamwork in induction program. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എപ്പോഴും നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ പകർന്നു കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു രീതി അവിടെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. കാരണം നമുക്കറിയാം അവര് അല്ലെ എല്ലാവർക്കും ചിലപ്പോൾ അറിവുണ്ടാവണമെന്നില്ല, ബട്ട് സ്പിരിറ്റോടുകൂടി ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യിച്ചു അല്ലെ, അതെങ്ങനെ ചെയ്തെന്നൊക്കെ ഉള്ളത് അവര് ചോദിച്ചറിയാനൊക്കെ ആയിട്ടുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും. സോ അവര് സ്പീഡിൽ തന്നെ അവര് ക്യാച്ച് ചെയ്തെടുക്കുന്നുള്ളതാണ്. ഇൻ അഡീഷൻ ദ കേപ്പബിലിറ്റി ഓഫ് ഈച്ച് മെമ്പർ ടു വർക്ക് ഇൻ എ ഗ്രൂപ്പ് ക്യാൻ ഓൾസോ ബി ഇവാലുവേറ്റഡ് ത്രൂ റിപ്ലിക്കേഷൻ ഓഫ് ടീം വർക്ക് ഇൻ ഇൻഡക്ഷൻ പ്രോഗ്രാം. അല്ലെ, അവരെല്ലാവരും തന്നെ കേപ്പബിൾ ആവാനായിട്ട് ശ്രമിക്കും. കാരണം എന്റെ കഴിവുകേട് കൊണ്ട് അല്ലെ ആദ്യം കഴിഞ്ഞ് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു കോംപ്ലക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് പരമാവധി എല്ലാവരും തന്നെ സ്പീഡില് ഈ ഒരു പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ അല്ലെ, പുതിയ എംപ്ലോയീസിന് ലഭ്യമാകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനൊക്കെ ശ്രമിക്കുമെന്നുള്ളതാണ്. സോ
അവിടെ എന്താണ് ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും ഈ ഓറിയന്റേഷൻ കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ സോഷ്യലൈസിങ് എംപ്ലോയീസിനോടുള്ള ഒരു പോയിന്റ് കൂടെയുണ്ട്. എന്താണ് സോഷ്യലൈസേഷൻ മീൻസ് incorporating appropriate values, beliefs and standards in the employees in order to enable them work together with the formal as well as the informal groups. Okay, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടുള്ള കുറെ ഗ്രൂപ്പുകളൊക്കെ ആക്കിയിട്ടായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അവരവരുടെ വിശ്വാസത്തിൽ അല്ലെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന വർഗം നമ്മള് നല്ല രീതിയിൽ അറിവില്ലെങ്കിലൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് അവര് എങ്ങനെയെങ്കിലൊക്കെ നേടിയെടുത്ത് സ്പിരിറ്റോട് കൂടിയിട്ട് ഒരു വർക്ക് അല്ലെ കൃത്യമായിട്ട് തന്നെ അവിടെ ലഭ്യമാക്കാനായിട്ട് പരിശ്രമിക്കും. ദിസ് ഒബ്ലിഗേറ്ററി ബിലീവ് വാല്യൂ ആൻഡ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയീസ് ആർ ക്രിയേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡക്ഷൻ പ്രോഗ്രാം. ഇത്തരത്തിലുള്ള ഒരു കടമാപരമായ വിശ്വാസം എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ചനുസരിച്ച് നമ്മുടെ അവരുടെ ആത്മാർത്ഥത കാണിക്കണം അല്ലെ. നമ്മളെ ഫ്രീ ആയിട്ടാണ് നമ്മുടെ നോളജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓറിയന്റേഷൻ ടൈമില് തൊഴിലുടമ ആഗ്രഹിച്ച് ലഭ്യമാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ ആ ഒരു മനോഭാവം അവർ കീപ്പ് ചെയ്തുകൊണ്ട് സ്ഥാപനത്തിൽ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഓറിയന്റേഷൻ ടൈമില് അവർക്ക് അല്ലെ ഫ്രഷേഴ്സ് ആയിട്ട് ഒന്നും അറിയാത്ത വ്യക്തികളായിരുന്നു. പക്ഷെ നോളജ് പകർന്നു തന്നത് ആരാണ്? നമ്മുടെ കമ്പനിയാണ്. സോ അവരോട് ഒരു അറ്റാച്ച്മെന്റ് അല്ലെ അവരോട് പ്രത്യേകമായിട്ടുള്ള ഒരു വാല്യൂ ഒരു മൂല്യം കൽപ്പിക്കുന്ന ഒരു കമ്പനി ആയിട്ട് മാറാനായിട്ട് വ്യക്തികളുടെ ഇടയിൽ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ സോഷ്യലൈസിങ് എംപ്ലോയീസ് അല്ലേ? എല്ലാം ജസ്റ്റ് ഹെഡിങ്ങുകൾ വായിച്ചു പോവുക. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഓക്കെയല്ലേ? ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ ആണ്. ആണല്ലോ. നോക്കാം. ഹലോ, സോഷ്യലൈസിങ് എംപ്ലോയീസിലെ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേരെ. വാല്യൂ ആൻഡ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയീസ് ആർ ക്രിയേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡാഷ് അല്ലെ. അത് ഇതിലൂടെയാണ് നമുക്ക് പറ്റുന്നത്. ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ. ആ ഹെഡിങ്സ് ഒക്കെ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. കാരണം മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ള ഒരു മേഖലയാണ്. അപ്പൊ ജസ്റ്റ് ഹെഡിങ്സ് പറയാം. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ, ദെൻ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ, ദെൻ എന്താണ് സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ, then investiture and disvestiture orientation, divestiture orientation എന്ന് പറയാം. then investiture orientation, divestiture orientation തന്നെ പ്രത്യേകം വിഭാഗിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. അതിലൂടെ നമുക്ക് ആ ഓറിയന്റേഷന്റെ ഒരു സ്പ്ലിറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ആക്ച്വലി 5 ഓറിയന്റേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ആ 5 ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് നോക്കേണ്ടത്. അത് ഞാൻ വീണ്ടും എടുത്തു പറയാൻ കാരണം മിക്കപ്പോഴും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ലിസ്റ്റിൽ നമ്മൾ പരമാവധി ഉൾപ്പെടുത്തും. എങ്കിലും നിങ്ങൾ ആ ഹെഡിങ് തന്നെ വായിച്ച് മനസ്സിലാക്കി തന്നെ പോവുക. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ, then individual and collective orientation, serial or distinctive orientation, then next എന്താണ് investiture and divestiture orientation, last one investiture orientation. നാലെണ്ണല്ലേ ഇതിലുള്ളത്? ഓക്കെ,
ടെക്സ്റ്റിലും ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? ഇവിടെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് ഇത് തന്നെയാ പറയുന്നത്. ടെക്സ്റ്റില് ഫോർത്ത് ലൈനിന്റെ ഫിഫ്ത് ആയിട്ടാണ് അത് കിടക്കുന്നത്. ഒരു ചെറിയ കറക്ഷൻ നടത്തിക്കോളൂ. ഇൻവെസ്റ്റ്വർ ആൻഡ് ഡൈവെസ്റ്റ്വർ ഓറിയന്റേഷൻ, അതില് ഇൻവെസ്റ്റ്വർ ഓറിയന്റേഷൻ ആണ് ഈ പറയുന്നത്. ഡൈവെസ്റ്റ്വർ ഓറിയന്റേഷൻ ആണ്. ആറ് അഞ്ചെന്നുള്ളത് കിട്ടിക്കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷനിൽ ഫോർമൽ നോക്കാം. ഫോർമൽ ഇൻഡക്ഷൻ ഇസ് എ systematic method of introducing new employees into the organization, the nature of work and the working atmosphere. Okay, നമുക്കറിയാം വർക്കിങ്ങിന്റെ അറ്റ്മോസ്ഫിയറും അതിന്റെ സ്വഭാവവും ഒക്കെ അനുസരിച്ചിട്ട് പുതിയ എംപ്ലോയീസിന് അത് ശാസ്ത്രീയമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതിയാണ് ഫോർമൽ ഓറിയന്റേഷൻ. ഓക്കെ, ശാസ്ത്രീയമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. അത് തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി അല്ലെ, പുതിയ തൊഴിലുമായി ബന്ധപ്പെട്ട പൊരുത്തപ്പെട്ടു പോകാനായിട്ട് നേരത്തെ കൂട്ടി തയ്യാറാക്കുന്നതാണ്. ഫോർമൽ ഇൻഡക്ഷൻ ഓർ ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ്. ആ മെത്തേഡ് ഓർത്ത് വയ്ക്കുക. സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് എന്താണ് ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ അപ്പോയിന്റീസ് ടു ദ ഓർഗനൈസേഷൻ, ദ നേച്ചർ ഓഫ് വർക്ക് ആൻഡ് ദ വർക്ക് അറ്റ്മോസ്ഫിയർ. ഓക്കെ, then this process generally requires a lot of time from the top officials, as it is required to study the needs of a new entrance, the entrance and the safety the same. Okay, so satisfy the same. Okay. This process generally requires a lot of time from top officials. അല്ലെ, ഇവിടെ നമുക്കറിയാം ഈ ഒരു ഫോർമൽ ആയതുകൊണ്ട് ഔപചാരികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന ഒരു ഓറിയന്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. നമുക്കറിയാം ഒരു പ്രത്യേകമായിട്ട് പുതിയതായിട്ട് വരുന്ന എൻട്രൻസ് ആയിട്ട് വരുന്ന വ്യക്തികളാണ്. സോ അവർക്ക് സേഫ്റ്റി കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു നോളജ് അവർക്ക് ആവശ്യമാണ്. But it proves beneficial in the long run, as this process enables the new members to commit lesser number of mistakes during their working period and develops a good unity with our others. നമുക്കറിയാം ഒന്നിച്ച് നിന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ അത് സമയത്തിൽ അല്ലെ, അത് ചിലപ്പോൾ ഭാവിയിലേക്കും കൂടി ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഓറിയന്റേഷൻ ആണ് അല്ലെ. അറ്റ് ടൈമിന് വേണ്ടിയിട്ടല്ല അവിടെ മോസ്റ്റ്ലി നമുക്കറിയാം എംപ്ലോയീസിനൊക്കെ തീർച്ചയായിട്ടും അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്മെന്റ് ആവാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്. സോ അത് എന്താണ് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ആയിരിക്കുമോ? എങ്ങനെയായിരിക്കുമോ? ആയിരിക്കുമോ? മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതുമായിരിക്കുമോ? തന്നെ പറയേ. ഉച്ച നേരമായതുകൊണ്ട് ആരും ഇല്ലാതിരിക്കരുത്. ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് പഠിക്കേണ്ടതാണ്. ജസ്റ്റ് അപ്പൊ ശ്രദ്ധിച്ചിരിക്കാട്ടോ. കുറച്ച് പേരാണെങ്കിൽ നമ്മളെങ്ങനെ റിപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ സാധിക്കും. കേളേ
ഫ്രഷ് Okay, and but it proves beneficial in the long run as this process enables the new employees to commit a less number of mistakes during their working periods and develops a good unity with the others. Okay, നമുക്കറിയാം ഈ ടൈമിലൊക്കെ ആവുമ്പോൾ നേരത്തെ കുട്ടി കരുതി ഉറപ്പിച്ചൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്നതാകുമ്പോൾ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരുത്തി ഒറ്റക്കെട്ടായിട്ട് യൂണിറ്റി ഓഫ് വിത്ത് അതേഴ്സ് അല്ലെ എല്ലാവർക്കും കൂടി ഒന്നിച്ച് നിന്ന് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. During the formal orientation, the new recruits come to know about the most appropriate person to contact for different sets of working related problems. Okay, നമുക്കറിയാം നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട വരുന്ന പ്രോബ്ലംസ് അല്ലെ അത് കൃത്യമായിട്ട് തന്നെ അല്ലെ നേരത്തെ കൂട്ടി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്കറിയാം എന്താണ് വെല്ലുവിളി, ഏത് പ്രോസസ് ആണെങ്കിലും ഏത് വർക്കാണെങ്കിലും വരാൻ പോകുന്ന പ്രശ്നം എന്താണ്. ഇപ്പൊ ഈ കേസ് ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആണെങ്കിൽ ചിലപ്പോൾ സീസണൽ ആയിട്ട് വരുന്ന ടൈമുകളിലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ തിരക്കനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും സീസണൽ ആയിട്ടുള്ള ടൈമുകളിൽ അല്ലെ കൂടുതലും നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ചിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അത് അറ്റ ടൈമിൽ കുറച്ച് ടൈമിൽ അവിടെ ഒരു തിരക്ക് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ എംപ്ലോയീസിന് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അറിയാവുന്നതുകൊണ്ട് അതനുസരിച്ചിട്ട് തന്നെ അവർ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും കാര്യങ്ങളെല്ലാം അവിടുത്തെ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. Then formal orientation, the new recruits come to know about the most appropriate person to conduct different sets of work related problems. Okay, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷനിൽ എന്താണ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ ദിസ് പ്രോസസ് ഒഫീഷ്യൽസ് ഓഫ് ഓൾ ലെവൽസ് ആർ ഇൻവോൾവ്ഡ് ലൈക്ക് സിഇഒ, ജനറൽ മാനേജർ അല്ലെ. സിഇഒ ആരാണ്? സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ജനറൽ മാനേജർ, ഫങ്ഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്, സീനിയർ മാനേജേഴ്സ്, ലൈൻ മാനേജേഴ്സ് എക്സെട്ര. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെ തലപ്പത്തിരിക്കുന്ന പോസ്റ്റുകളിലൊക്കെയാണ് അല്ലെ. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവിടെ ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം അവര് ഇച്ചിരി മുന്തിയ പൊസിഷനിൽ ഇരിക്കുന്നതാണ്. So one of the advantages for formal orientation program is that a company might be able to win the trust of employees at the initial stage, whereas employees also feel it easy to understand the culture, working conditions, nature of work, etc. of the organization. അപ്പൊ ഇവിടെ ഇരുകൂട്ടർക്ക് നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ പറയുന്നുണ്ട്. എന്താണ് one of the advantages formal orientation program is the company might be able to win the trust. അല്ലെ, എംപ്ലോയിയുടെ വിശ്വാസം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഉടമയെ സംബന്ധിച്ചുള്ള കാര്യം. എങ്കിൽ തൊഴിലാളിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് might be അല്ലെ company might be able to win the trust of employees at the initial stage, where employees also feel it easy to understand the culture, working conditions and nature of work. ഓക്കെ, നമുക്കറിയാം അപ്പൊ എംപ്ലോയീസ് ആണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്താണ് വർക്കിംഗ് കണ്ടീഷൻ, എന്താണ് സ്വഭാവം അല്ലെ, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അവയർനെസ് എംപ്ലോയിക്ക് കിട്ടുന്നു. എംപ്ലോയർക്കാണെങ്കിലും കിട്ടുന്നു, എംപ്ലോയിക്ക് ആണെങ്കിലും മറ്റേ ഓറിയന്റേഷൻ ടൈമിൽ അവരുടേതായിട്ടുള്ള നോളജ് നേടിയെടുക്കാനായിട്ട് കൊണ്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയറാണോ? ഇവിടെ അടുത്തൊരു ഭാഗത്തില് ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. The informal method of induction is quite unplanned. ഇൻഫോർമൽ ആണെങ്കിൽ എന്താണ് ആ പ്ലാനിങ് എന്ന് പറയുന്നത് അൺപ്ലാൻഡ് ആണ്. നേരത്തെ കുട്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലാനിങ് കാര്യങ്ങളാണ്. മറ്റേ ടൈമിന് വന്ന സാഹചര്യം കൊണ്ടാണ് അവിടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ലെ. ചിലപ്പോൾ പുതിയ വെല്ലുവിളി നിറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. ചിലപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിരിക്കും. സോ എന്താണ് അത് അറ്റ് എ ടൈമിൽ വരുന്ന ഒരു വെല്ലുവിളിയെ അല്ലെ മറ്റൊരു എല്ലാവരുടെ ഇടയിൽ ഒരു സൽപ്പേരൊക്കെ നേടിയെടുക്കാൻ എനിവേ എന്താണെങ്കിലും ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സിഇഒ എന്താണെന്നുള്ളത് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ആരെങ്കിലും ടൈപ്പ് ചെയ്ത് ഇതിനകത്ത് കിട്ടണ്ടേ?
ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഓക്കെ അല്ലേ? ഏതാണ് അബ്രിവേഷൻ ഒക്കെ നോട്ട് ചെയ്തു. സെക്കൻഡ് നോക്കുക, അത് ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ഓറിയന്റേഷൻ ഈസ്, അതായത് നമ്മൾ കണ്ട ഫോർമൽ ഓറിയന്റേഷന് പകരമുള്ള സെക്കൻഡ് അല്ലെ, അതിന്റെ ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണെങ്കിൽ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ ഈസ് ക്വൈറ്റ് അൺപ്ലാൻഡ് അല്ലെ. അവിടെ അൺപ്ലാൻഡ് ആണ്, അത് നേരത്തെ കൂട്ടി തയ്യാറാക്കുന്ന ഒരു രീതിയല്ല. എംപ്ലോയീസ് ഗെറ്റ് acquainted with the organizations situations through his own experience and by using trial and error methods. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കാണ്, ആസൂത്രണം ചെയ്ത് വെക്കുന്ന ഒരു കാര്യമല്ല. പിന്നെന്താ പറയുന്നത്, they get acquainted with the organizations work situations through his own experience and by using trial and error method. അപ്പൊ നമ്മള് ഓറിയന്റേഷൻ ടൈമിൽ ചിലപ്പോൾ അവരിങ്ങനെ വിട്ടുകൊടുക്കും, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അല്ലെ. അപ്പൊ അവര് പ്രാക്ടിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് അയ്യോ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പൊ തെറ്റിൽ നിന്ന് അവർ ശരി പഠിക്കുന്ന ഒരു രീതി. മറ്റേ ടൈമിൽ അവര് തെറ്റായിട്ട് ചെയ്തെന്ന് വെച്ചുകൊണ്ട് അവരെ ഒന്നും പറയാനും പോകുന്നില്ല, കാരണം ഓറിയന്റേഷൻ ടൈമാണ്. അപ്പൊ അത് സമയത്തൊന്നും എന്താണ് അവരെ പണിഷ്മെന്റോ അല്ലെങ്കിൽ അവരെ വഴക്കൊന്നും പറയില്ല. സോ അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ വർക്കുകൾ ചെയ്തു കഴിയുമ്പോൾ തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പൊ ഇൻഫോർമൽ മെത്തേഡ് എന്ന് പറയുന്നത് മനസ്സിലായി കാണും, നേരത്തെ ടാസ്കുകളാണ് ചെയ്യുന്നതല്ല. മറ്റേ ടൈമിൽ ആ സിറ്റുവേഷൻസിൽ അവര് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് നേടിയെടുക്കുന്നതാണ്. അങ്ങനെ അതിൽ നിന്ന് തെറ്റ് മനസ്സിലാക്കുകയാണ്. ബട്ട് ഇൻ കേസ് ന്യൂ എംപ്ലോയീസ് ഡു ദിയർ വർക്ക് പ്രോപ്പർലി അല്ലെ, ചില സമയത്തൊക്കെ ഈ പറഞ്ഞ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ചില എംപ്ലോയീസ് ഒക്കെ due to this they either commit a mistake from time to time or they tend to leave their jobs at the slightest opportunity. Okay, നമുക്കറിയാം ടൈമിൽ തന്നെ അവര് കറക്ഷൻ കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് അല്ലെങ്കിൽ ചിലര് ഒന്നും ചെയ്യാൻ പറ്റാതൊക്കെ ആവുമ്പോൾ ചിലർ പ്രത്യേകിച്ച് പോകും, കാരണം അവർക്കൂടെ പറ്റാത്ത കാര്യമാണ് നമുക്ക് തോന്നൽ വരാം. പക്ഷെ ചിലർക്കൊക്കെ നമുക്കറിയാം മറ്റേ ടൈമില് ചെയ്ത് തീർക്കാനും പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ അറവൊക്കെ എന്തെങ്കിലും ആരെങ്കിലൊക്കെ പരിഹരിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് പറയാണ് എന്താണ്, ദിസ് വിൽ നോട്ട് ഓൺലി ഇൻക്രീസ് ദ ലേബർ ടേൺ ഓവർ റേറ്റ് ബട്ട് ദ കമ്പനി ഓൾസോ നീഡ്സ് ടു ഇൻവെസ്റ്റ് ടൈം ആൻഡ് മണി ഇൻ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് അഗൈൻ. ഓക്കെ, അവിടെ കമ്പനിയിൽ നിന്ന് ആളുകൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് വീണ്ടും റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. അതില്ലേ, അതുണ്ടോ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. ടേൺ ഓവർ റേറ്റ് ഹൈ ടേൺ ഓവർ റേറ്റ് ആണെങ്കിൽ, അതായത് കമ്പനിയിൽ വിട്ടുപോകുന്ന നിരക്ക് കൂടുതലാണെങ്കിൽ എംപ്ലോയീസ് ഇങ്ങനെയുള്ള ഒരു ഓറിയന്റേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടാണല്ലോ, അപ്പൊ ഒന്നും അറിയാത്തവര് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് നമുക്കറിയാം കറക്ഷൻ ഒക്കെ നടത്തിയിട്ട് അത് പരിഹരിച്ച് അവർക്ക് കോൺഫിഡൻസ് തിരിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. പക്ഷെ അറ്റ് എ ടൈമിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും അറിയാൻ പറ്റില്ലാത്ത വ്യക്തികളൊക്കെയാണ് ചിലപ്പോൾ ജോലി ഇട്ടിട്ട് പോകും. അങ്ങനെ വിട്ടിട്ട് പോകുന്ന റേറ്റ് കൂടുകയാണെങ്കിൽ, റേറ്റ് ഹൈ ആവുകയാണെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും അവിടെ റിക്രൂട്ട്മെന്റ് നടപടികൾക്കൊക്കെ വീണ്ടും എക്സ്പെൻസ് ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. The process can be said to be advantageous only if the employee persist to follow along and understand the organization thoroughly. Okay, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ അല്ലെ പ്രോസസ് ഇങ്ങനെ പറയുന്ന ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. നീണ്ട കാലത്തേക്കുള്ള അറിവ് അവർക്ക് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അവര് സ്വന്തം നമ്മളിപ്പോ പറയില്ല തെറ്റിൽ നിന്ന് ശരി പിടിക്കുമ്പോൾ എന്താ പ്രത്യേകത, അതൊരിക്കലും മറക്കില്ല അല്ലെ, ആണോ? ശരിയാണോ? പഠിച്ചിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പഠിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ചെയ്തു വന്നിട്ട് അതില് എറർ സംഭവിച്ചിട്ട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ, നമ്മൾ പിന്നെ അത് ചെയ്യില്ല, ആ തെറ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മൾ ആ തെറ്റ് ചെയ്തു പോയതാണ് അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിലും അല്ലെ, എന്തെങ്കിലും ഇപ്പൊ ക്ലിനിക്കൽ ഡ്യൂട്ടി ആണെങ്കിലും ടെക്നിക്കൽ ഡ്യൂട്ടി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചെയ്തിട്ട് എറർ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, അത് ലോങ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ കിടക്കണ്ട അല്ലെ, അതൊരിക്കലും മാഞ്ഞു പോകില്ല. അതേസമയം ഒരാള് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്ന് നമ്മൾ ചെയ്യിക്കുമ്പോൾ എങ്ങനെയെങ്ങാണ്ടൊക്കെ ചെയ്തു പോകും. പിന്നീട് ഒന്ന് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര
മിസ്റ്റേക്കുകളായിരിക്കും, ഭയങ്കര ടെൻഷൻ ഒക്കെ ആയിരിക്കും. അതേസമയം നമ്മൾ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യും. അപ്പൊ തെറ്റ് കണ്ടെത്തും, അത് ക്ലിയർ ഔട്ട് ചെയ്യുമ്പോൾ അത് മറക്കാതെ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇൻഫോർമൽ മെത്തേഡ് ഒക്കെയാണോ? ഒക്കെയാണോ? ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. ഇനി നമുക്ക് കുറച്ച് മെത്തേഡ് കൂടിയുണ്ട്. ആ മെത്തേഡ്സ് കഴിഞ്ഞാൽ പിന്നെ അധികം ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നുവെച്ചാൽ എങ്ങനെയാണ് ഓറിയന്റേഷൻ പ്രോസസ്സ്, സ്റ്റാർട്ടിങ്ങിൽ എന്താണ് എല്ലാം കൂടി പരിചയപ്പെടുത്തും, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ ഒക്കെയാണ്. ഈ ഒരു മെത്തേഡ്സുകൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ. ഇതാണ് ഇൻഫോർമൽ ഓറിയന്റേഷൻ, അതേമാതിരി തന്നെ ഫോർമൽ ഓറിയന്റേഷൻ. അതുവരെയാണ് നമ്മൾ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകള്? നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.